ചങ്കിന് കയറിട്ട് തൂങ്ങതാക്ക അത്രക്കും ഭ്രാന്ത. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിട്ട. തീരെ താല്പര്യം ഉണ്ടായിട്ട. ആടെ എങ്ങനെ റിക്കവർ എത്തിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ സൂയിസൈഡ് ഒന്നിനും പരിഹാരമല്ല ആക്ച്വലി. അങ്ങനെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കൂട്ടിക്കൊടുത്ത് നീ അങ്ങനെ ആക്കി ഒരു പാർട്ട്ണർ എന്തെങ്കിലും ഒരു തെറ്റ്, ഐ മീൻ വേറൊരാളെ നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ അവരെ ചോരയിൽ ഓടുന്നത് എന്താണെന്നുള്ള മനസ്സിലാവും. അതിനുശേഷം എനിക്ക് കുറെ എവിഡൻസ് കാണിച്ചു തരും. ഞാനാ പിന്നെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മേനു ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് എല്ലാരും അറിയിക്കണം. ഇത് പുറത്തു പറഞ്ഞാല് മരിച്ച ഒരാളല്ലേ, നമ്മ എന്തിനാ അവരെ നെഗറ്റീവ് ആക്കിയിട്ട് ഇടണം എന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ടാണ്. എന്നാ പിന്നെ തെറ്റ് ചെയ്തവരെ നമ്മ തെറ്റുള്ള രീതിയിൽ തന്നെ കാണിക്കാ, പുറത്തിടാന്ന് പറഞ്ഞിട്ടും മേനു സമ്മതിക്കാത്തത്. അവർക്കറിയാം എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഞാനൊന്നും എന്നിട്ട് വരെ മാപ്പെടുത്ത് പോയിനി എല്ലാം. ഞാൻ അടുത്തൊന്നും പറഞ്ഞില്ല, നെഗറ്റീവ് പറയാൻ നിന്നിട്ട, ഒന്നും പറയാൻ നിന്നിട്ട. എന്ത് തെറ്റുണ്ടാലും ഞാൻ മിണ്ടാണ്ടിരിക്കും. ആദ്യമൊക്കെ ഇതുപോലത്തെ കുറെ ഫേക്ക് ന്യൂസ് കേട്ടിട്ടുണ്ട്. ഇതെന്താ ഇവര് ഒരു ബന്ധമില്ലാത്ത കാര്യം പറയണേ എന്നുള്ള രീതിയിൽ. അതിനുശേഷം അനുഭവം വന്നപ്പോ മോനെ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്നത്? ഇത്രയും കാലം ഞാൻ എന്താ പറയാ കുട്ടീനെ കാണാൻ പോകണം ധിക്കരിച്ച് ഞാൻ പോയിട്ടൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുള്ള ആടെ ഒരുപാട് ഭയങ്കര അടിയും ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അടുത്തും കാണാൻ വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആരും കുഞ്ഞിന്റെ പേരും പറഞ്ഞ് വരണ്ടാന്ന്.